ഹായ് എവരിബഡി. ഇതാരാ പുതിയ കക്ഷി? ഇത് അമ്മയുടെ ക്ലാസ്മേറ്റിന്റെ നീസാണ്, മിസ് റീന. ഹലോ. ഹലോ. വെക്കേഷന് നാട്ടിൽ വന്നതാ. ഇത് നമ്മുടെ പുത്രൻ, പുത്രി. കുറച്ചു ദിവസം ഉണ്ടായില്ലേ ഇവിടെ? ഹാവൂ ഭാഗ്യം. ഇവിടുത്തെ ബോർഡിൽ നിന്ന് എനിക്ക് റിലീഫ് ആവും. രക്ഷപ്പെട്ടു. സോറി, എനിക്ക് ഉടനെ പോണം. പ്രാക്ടീസ് ഉണ്ട്. ഊണ് കഴിച്ചിട്ട് പോ. നല്ല കഥ. വിസ്തരിച്ച് ഊണ് കഴിച്ചു പിന്നെ കോട്ടിലേക്ക് ഇറങ്ങി എന്തിനു കൊള്ളാം? ഹാഫ് ഫുൾ, അതാ സുഖം. ഞാൻ 2 സാൻഡ്വിച്ച് കിട്ടി. ഇനഫ്, ഹാപ്പി. ഫിഷ്. ഓ അത് ശരി. മീൻ വേണ്ട വേണ്ട, ഞാൻ കഴിക്കില്ല. ശ്രീമതി പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല. എന്നാലും ഇയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ സാധാരണ നോൺ വെജ് ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോ കുട്ടി ഗസ്റ്റ് ആയതുകൊണ്ട് ഈ ക്ഷത്രിയനും കൂടി മത്സ്യമാംസം തരായി. അല്ല, തിരിച്ചു പോവാൻ ധൃതിപ്പെടണ്ട. അത്രയും ദിവസം കൂടെ എനിക്കും ഇതങ്ങ് തുടരാലോ. വൈകിട്ട് ഞാൻ നേരത്തെ വരാം. എന്നിട്ട് നമുക്ക് കമ്പനി വിടാം. റീന ഓക്കെ? അതുവരെ ഈ വൃദ്ധ ദമ്പതികളുടെ ബോറടി സഹിച്ചേ പറ്റൂ. മമ്മി, ഇങ്ങനെ ഒരു പെണ്ണ്. ഞാൻ നിർത്തി. നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ. എനിക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചെരിയണം. ഇനി കുട്ടികളെ മാറിയില്ല ചെക്കന്. നീ വാങ്ങിക്കോ എന്റെ ധൈര്യം ഉണ്ടോ നോക്കിയതല്ലേ. അമ്മ ചെയ്യണത് പോലെ ചെയ്താ മതി. ശീലമില്ലാത്ത ആചാരമെന്ന് കരുതി മോള് വിഷമിക്കണ്ട. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് ടെസ സിസ്റ്റർ പറയാറുണ്ട്. ഒരർച്ചന, മകൻ നക്ഷത്രം, പേര് മീര. ഒരു കുഞ്ഞുണ്ടാവുമ്പോ അതൊരു പെൺകുട്ടിയാവുമെന്ന് ഉറപ്പായിരുന്നു സേതുവേട്ടന്. മുന്നേ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു മീര. ജനിച്ചതൊരു ബുധനാഴ്ചയാണ്, മകൻ നക്ഷത്രത്തിൽ. വിവാഹത്തെക്കുറിച്ച്, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച്, പിന്നുള്ള നാളുകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാവം സേതുവേട്ടൻ. അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഒരാങ്ങളുടെ ഒരേ മകൻ. കൊച്ചുനാൾ തൊട്ടേ മുത്തശ്ശി പറഞ്ഞുറപ്പിച്ച ബന്ധം. സുധ സേതുവിനുള്ള പെണ്ണ്. സേതുവേട്ടന് കസ്റ്റംസിൽ ജോലിയായി. എന്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലുടൻ കല്യാണം. 2 മാസം കഴിഞ്ഞൊരു നാളിൽ മുഹൂർത്തം കുറിച്ചു. തറവാട്ടുവക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും എന്റെ നൃത്തം പതിവായിരുന്നു. പാടാൻ പിന്നണിയിൽ സേതുവേട്ടനും.